CPIM-ന്റെ സമ്മേളന കാലയളവാണ്. ലോക്കൽ സമ്മേളനങ്ങൾ കഴിഞ്ഞു ഏരിയ സമ്മേളനങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പലയിടത്തു നിന്നായി CPIM-ന്റെ പ്രാദേശിക ഘടകങ്ങളിൽ വിഭാഗീയത രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൊല്ലം കരുനാഗപ്പള്ളിയിൽ, ആലപ്പുഴ അമ്പലപ്പുഴയിൽ, അതുപോലെയുള്ള പല സ്ഥലങ്ങളിലും വിഭാഗീയതകളുടെ സ്വരങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന കമ്മിറ്റി തന്നെ നേരിട്ട് രംഗത്തിറങ്ങേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ട്. നമ്മൾ CPIM-ലെ വിഭാഗീയതയാണ് ഇൻസൈറ്റിൽ ചർച്ച ചെയ്യുന്നത്. കൊല്ലം കരുനാഗപ്പള്ളിയിലടക്കം പല സ്ഥലങ്ങളിലും രൂക്ഷമായ വിഭാഗീയതയുടെ സ്വരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ നമ്മൾ അവിടെയുള്ള ഒരൊറ്റപ്പെട്ട സംഭവമായിട്ട് കാണുക തന്നെയാണോ വേണ്ടത്? അതല്ല, ഇത്തരം ഘടകങ്ങളിൽ പലയിടത്തും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളിൽ എന്തെങ്കിലും ഒരു പൊതു കാരണം നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? പൊതു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മുൻകാലത്ത് ഇപ്പോൾ CPM-ലുണ്ടായ പോലെ എന്താ പറയുക, സംസ്ഥാന തലത്തിൽ നേതൃത്വത്തിലുള്ള ആളുകൾ തമ്മിലുള്ള വിഭാഗീയത ഇങ്ങനെ താഴെ തട്ട് വരെ നീണ്ടു നിൽക്കുന്ന ഒരു രീതി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു രീതി ഇപ്പോൾ കാണാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ പാലക്കാട് കൊഴിഞ്ഞാമ്പാറ ഇപ്പോൾ വിമതർ വേറൊരു ഓഫീസ് തുറന്നു എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസം വന്ന സ്ഥലമാണ്. അവിടുത്തെ പ്രശ്നം കോൺഗ്രസിൽ നിന്ന് വന്ന ഒരാൾക്ക് അവിടെ ലോക്കൽ സെക്രട്ടറി ആയിട്ട് സമ്മേളനം കഴിഞ്ഞപ്പോൾ ലോക്കൽ സെക്രട്ടറി ആക്കിയത് കോൺഗ്രസിൽ നിന്ന് സമീപകാലത്ത് പാർട്ടിയിലേക്ക് വന്ന ഒരാളെയാണ്. അത് അംഗീകരിക്കാൻ അവിടുത്തെ കാലങ്ങളായി CPM-നൊപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അംഗങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. എന്നുവെച്ചാൽ കോൺഗ്രസിൽ നിന്ന് വന്നതിനേക്കാൾ കൊള്ളാവുന്ന ആളുകൾ ഇപ്പുറത്തുണ്ട്, അവരൊക്കെ ഒഴിവാക്കിയിട്ടാണ് നിങ്ങൾ അവർക്ക് കൊടുക്കുന്നത് എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. അതിന് ജില്ലാ സെക്രട്ടറി കൂട്ടുവെക്കുന്നു എന്നുള്ള അലിഗേഷനാണ് അവർക്കുള്ളത്. ഇപ്പുറത്ത് കരുനാഗപ്പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ വേറൊരു സിറ്റുവേഷനാണ്. കരുനാഗപ്പള്ളിയിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, ഇവർക്ക് എല്ലാവർക്കും എതിരെ അലിഗേഷൻ ഉണ്ട്. അവർ പലതരത്തിലുള്ള ഓപ്പറേഷൻസ് നടത്തുന്നു. ചില നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഗ്രൂപ്പുകളെ സഹായിക്കുന്ന ആളുകളാണ്. മണ്ണ് മാഫിയ സഹായിക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ ഖനന മാഫിയ സഹായിക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ കുറേ ആളുകളുണ്ട് എന്നുള്ള അലിഗേഷൻ ഒരു ഭാഗത്തുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഒരു പക്ഷം നിൽക്കുന്നത് എന്ന ആക്ഷേപം ഉന്നയിക്കപ്പെടുന്നു. അതിനെ മറികടക്കാൻ വേറൊരു പക്ഷം ശ്രമിക്കുന്നു എന്നുള്ള ആക്ഷേപം മറുഭാഗത്ത് നിൽക്കുന്നു. ഇതൊക്കെയാണ് അവിടെ നിൽക്കുന്ന പ്രശ്നങ്ങൾ. ഇപ്പുറത്ത് തിരുവല്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ വേറെയാണ് പ്രോബ്ലം. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്ത്രീപീഡന ആരോപണം നേരിടുന്ന ഒരാളെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. ആരോപണമാണ്, അതിൽ വസ്തുത എന്തല്ല എന്നുള്ളത് നിയമപരമായ വഴികളിലൂടെ തെളിയിക്കപ്പെടേണ്ടത്. പക്ഷേ അങ്ങനെ ഒരു ആക്ഷേപമാണ് നിൽക്കുന്നു. അങ്ങനെ ആക്ഷേപം നിൽക്കുന്ന ആളെ ഉൾപ്പെടുത്തണോ വേണ്ടയോ എന്നുള്ളതാണ് അവിടുത്തെ തർക്കം. അങ്ങനെ ആക്ഷേപം നേരിട്ട ആളെക്കെതിരെ നടപടിയെടുക്കാൻ നിർദ്ദേശിച്ചു എന്നുള്ളതുകൊണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോമസ് ഐസക്കിന് വോട്ട് ചെയ്യരുത് എന്ന് അവിടുന്ന് പറഞ്ഞു, നിർദ്ദേശം നൽകി എന്നുള്ള ആക്ഷേപം അവിടെ നിൽക്കുന്നു. അമ്പലപ്പുഴയിലേക്ക് വന്നു കഴിഞ്ഞാൽ വേറൊരു സിറ്റുവേഷനാണ്. അമ്പലപ്പുഴ ഒക്കെ കായംകുളം ആ ഏരിയയിൽ CPM കാലങ്ങളായിട്ട് ഒരു 2-3 വർഷമായിട്ട് തന്നെ പലവിധ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പാർട്ടിക്കുള്ളിൽ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഒരു എന്താ പറയുക, മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ഒരു വിഭാഗീയ പ്രവർത്തനമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ എല്ലാ സ്ഥലത്തും പ്രശ്നങ്ങളുണ്ട്. എന്തുകൊണ്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാർട്ടിയുടെ സംഘടനാപരമായ ഒരു കെട്ടുറപ്പ് കുറേശ്ശെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. എന്തുകൊണ്ട് കെട്ടുറപ്പ് ഇല്ലാതാവുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിയുടെ അടിസ്ഥാന നയസമീപനങ്ങളോട് പ്രതിജ്ഞാബദ്ധതയുള്ള പ്രവർത്തകർ എന്നുള്ളൊരു കൺസെപ്റ്റ് അത് പണ്ടുള്ളതായിരുന്നു. ഇപ്പം അതല്ല. അതിൽ നിന്ന് കുറേ മാറി. അതിന് കാലം മാറി, സമൂഹം മാറി. സമൂഹം എങ്ങനെയാണോ മാറിയത് അതിനനുസരിച്ച് അവിടെ ആ സമൂഹത്തിലുള്ള ആളുകളുടെ പ്രതിനിധികളായിരിക്കും ഓരോ പാർട്ടികളിലും ഉണ്ടാവുക. അപ്പോൾ അവരുടെ സ്വഭാവം മാറുന്നു, അവരുടെ പ്രയോറിറ്റീസ് മാറുന്നു. ഇപ്പോൾ പണ്ടാണെങ്കിൽ സമൂഹത്തിലെ ഏറ്റവും താഴെ തട്ടിലുള്ള മനുഷ്യന്മാർ അവരുടെ പ്രയാസങ്ങൾ അതിനെ എങ്ങനെ പരിഹരിക്കാമെന്നുള്ള ചിന്ത പരിഹരിക്കപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ പ്രശ്നമാണ്. പക്ഷേ എങ്കിൽ പോലും ആ ചിന്തയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ടാണ് ആളുകൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇൻവോൾവ് ആയിരുന്നത്. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പ്രവർത്തനങ്ങളിലൊക്കെ ഇൻവോൾവ് ആയിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ആ ഒരു പാറ്റേൺ അല്ല. കാലം മാറി, പുതിയ സൗകര്യങ്ങൾ വന്നു, പുതിയ എന്താ പറയുക, ആധുനിക സംവിധാനങ്ങൾ വന്നു, പുതിയ ജനറേഷനാണ്, അവരുടെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കണം, ഈ പുതിയ സമൂഹത്തിൽ എങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തനം നടത്തേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു പരിശീലനമോ കാര്യങ്ങളോ ഒന്നും ഈ പറയുന്ന പാർട്ടി അണികൾക്ക് ലഭിക്കുന്നുമില്ല. അവരെപ്പോഴും പഴയ കാഴ്ചപ്പാടിലോ അല്ലെങ്കിൽ പാർട്ടി എന്ന് പറയുന്നത് പഴയ കാഴ്ചപ്പാടിൽ തന്നെ നിൽക്കുകയാണ്. കാലം മാറുകയും സമൂഹം മാറുകയും ചെയ്തു. അപ്പോൾ ഈ വൈരുദ്ധ്യം അവിടെ ഉണ്ട്. അപ്പോൾ ഈ പാർട്ടിയിലേക്ക് വരുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ പുതിയ കാലത്തെ ആളുകളാണ്. അപ്പോൾ അവർക്ക് ഈ പഴയ സങ്കല്പങ്ങൾ എന്ന് പറയുന്നത് സങ്കല്പങ്ങൾ മാത്രമാണ്. അവരുടെ മുമ്പിൽ പുതിയ യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രശ്നം അവിടെ ഉണ്ട്.
അതിനോടൊപ്പമാണ് ഈ കഴിഞ്ഞൊരു 8 വർഷമായിട്ട് തുടർച്ചയായി അധികാരത്തിലിരിക്കുന്ന ഒരു പാർട്ടി അല്ലെങ്കിൽ അധികാരത്തിന് നേതൃത്വം നൽകുന്ന ഒരു പാർട്ടി എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പാർട്ടിയെ സംബന്ധിച്ച് തുടർച്ചയായ അധികാരത്തിലിരിക്കുക അല്ലെങ്കിൽ പാർട്ടിയിലെ നേതൃതലത്തിലുള്ള ആളുകൾ, ഇപ്പോൾ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആണെങ്കിലും ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആണെങ്കിലും അങ്ങനെ മുകളിലേക്കുള്ള നേതൃതലത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നിരന്തരമായ അധികാരത്തിലിരിക്കുന്ന ഒരു പാർട്ടി സംവിധാനം ഇനിയും അധികാരത്തിൽ വരാൻ പാകത്തിലുള്ള നയസമീപനങ്ങൾ ഇതേക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അപ്പോൾ അതിനാരൊക്കെ എന്തൊക്കെ വേണം, അത് നിലനിർത്തി കൊണ്ടുപോകാൻ എന്തൊക്കെ വേണം, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പരിഗണനാ വിഷയങ്ങൾ. അതുണ്ടാക്കുന്ന ക്രൈസിസ് എന്തൊക്കെയാണോ അതുണ്ടായിക്കൊണ്ടേയിരിക്കും. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേറൊരു കാര്യം കൂടി സൂചിപ്പിക്കാം. ഇതിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാഞ്ച് തലത്തിലെ പ്രശ്നങ്ങൾ മാധ്യമങ്ങളിൽ റിപ്പോർട്ടുകളായിട്ട് വന്നു, ലോക്കൽ തലത്തിലെ പ്രശ്നങ്ങൾ വരുന്നു, ഏരിയ തലത്തിലെ പ്രശ്നങ്ങൾ വരുന്നു. ഇതൊക്കെ റിപ്പോർട്ടുകളായിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മുൻപും ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരു 1/4 നൂറ്റാണ്ട് മുമ്പ് 25 കൊല്ലം മുമ്പാണ് ബ്രാഞ്ച് സമ്മേളന പ്രതിനിധികൾ തട്ടിക്കൊണ്ടുപോയ വാർത്ത ആദ്യമായിട്ട് കേൾക്കുന്നത്. ബ്രാഞ്ച് സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ള പ്രതിനിധികൾ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള വാർത്ത അന്ന് വലിയ വാർത്തയൊന്നും ആയിരുന്നില്ല. പ്രാദേശിക പത്രങ്ങളുടെ പ്രാദേശിക പേജിലൊക്കെ ചെറിയ വാർത്തയായിട്ട് പോവുകയാണ് ചെയ്തത്. അതിനുശേഷം പിന്നെ CPM-ൻ്റെ സംസ്ഥാന മാധ്യമങ്ങളിൽ വാർത്ത ഒരു ജില്ലാ തലത്തിലൊക്കെയാണ് വാർത്തയാവുക. കാരണം ജില്ലാ തലത്തിൽ ജില്ലാ സെക്രട്ടറി ആര്, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന മത്സരം എങ്ങനെ, അതിലേത് വിഭാഗത്തിനാണ് മേൽക്കൈ എന്നുള്ള ലെവലിൽ മുതൽ മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടാറുള്ളൂ. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ താഴെത്തട്ട് മുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അതും ഒരു കാരണമാണ് ഇത് പുറത്തേക്ക് വരുന്നതിന്. മുമ്പും ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, ഇങ്ങനെയുള്ള തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, മത്സരങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അത് ഇപ്പോൾ താഴെ തലം മുതൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ പ്രത്യയശാസ്ത്രപരമായ തർക്കങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളിപ്പോൾ കേട്ടുവരുന്ന ഈ അധികാരത്തിന് വേണ്ടിയുള്ള പ്രശ്നങ്ങൾ, ഇതിലൊക്കെ നമ്മൾ പുതിയ പ്രശ്നങ്ങളിലാണെങ്കിലും കാണാൻ കഴിയുന്ന ഒരു കാര്യം, നേരത്തെ രാജീവേട്ടൻ സൂചിപ്പിച്ചതുപോലെ നിയമവിരുദ്ധമായ ഒരുപാട് കാര്യങ്ങൾ അതിൽ സഖാക്കൾ ഏർപ്പെടുന്നു, അവർക്ക് വീണ്ടും അധികാരം നൽകപ്പെടുന്നു എന്നതിൽ ഒരു വിഭാഗത്തിനുണ്ടാകുന്ന അതൃപ്തിയാണല്ലോ. ഇപ്പോൾ ഈ ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗങ്ങളെന്ന് പറയുമ്പോൾ താത്വികമായ അവലോകനം നടത്തിയ ആ പ്രത്യയശാസ്ത്ര പ്രബുദ്ധതയുള്ള സഖാക്കളെ ആയിരിക്കും വിഭാവനം ചെയ്യുന്നത് ആ പാർട്ടി തന്നെ. അപ്പം അതിൽ നിന്ന് കാലഘട്ടത്തിനനുസരിച്ച് പാർട്ടി ഒന്നുകൂടി അധികാര കേന്ദ്രീകൃതമായി അധികാരത്തിന് വേണ്ടി കളിക്കുന്ന സഖാക്കളെ വാർത്തെടുക്കുന്നതിലേക്ക് മാറുന്നില്ല എന്നതുകൊണ്ടുള്ള പ്രശ്നമാണെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് വെച്ചാൽ എന്താ പറയുക, ഇപ്പോൾ തെറ്റിരുത്തൽ പ്രക്രിയ എന്ന് പറയുന്നൊരു പരിപാടി CPM തുടങ്ങിയിട്ട് കുറേ കാലമായി. അതിനുവേണ്ടി മാത്രം പാലക്കാട് ഒരു പ്ലീനം സംഘടിപ്പിച്ചിട്ട് ഏതാണ്ട് 10 വർഷത്തിന് മേലെ. അത് കഴിഞ്ഞിട്ട് ഓരോ സമ്മേളന കാലയളവിലും നമ്മൾ ഈ തെറ്റിരുത്തൽ പ്രക്രിയയെക്കുറിച്ച് കേൾക്കാറുണ്ട്. ചിലപ്പോൾ ഏതെങ്കിലും തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷമായിരിക്കും ചിലപ്പോൾ തെറ്റിരുത്തൽ പ്രക്രിയയെക്കുറിച്ചുള്ള ചർച്ചകൾ വരിക. അതിന് സംസ്ഥാന കമ്മിറ്റി കൂടി ഒരു രേഖ അംഗീകരിക്കുക, അത് താഴെത്തലങ്ങളിൽ ചർച്ചയ്ക്ക് കൊടുക്കുക, താഴെത്തലം മുതൽ തിരുത്തൽ വേണം മേൽത്തട്ട് വരെ എന്നുള്ള നിർദ്ദേശം. ഈ പ്രക്രിയ കുറേ കാലമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന് അവർ ആത്മാർത്ഥമായി ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ പാർട്ടി ആത്മാർത്ഥമായി ശ്രമിക്കുന്നില്ല എന്ന് നമുക്ക് കരുതാൻ സാധിക്കില്ല. ആത്മാർത്ഥമായി ശ്രമിക്കുന്നില്ലെങ്കിൽ ഇവർക്കിത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്താ പറയുക, തെറ്റിരുത്തൽ പ്രക്രിയ എന്ന് പറയേണ്ട കാര്യമില്ല, അതിനൊരു രേഖ ഉണ്ടാക്കേണ്ട കാര്യമില്ല. പാർട്ടി സംവിധാനത്തിലുള്ള തെറ്റുകൾ ഏതൊക്കെ എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് താഴെത്തട്ടിലേക്ക് കൊടുക്കേണ്ട കാര്യമില്ല. ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അവർ ആത്മാർത്ഥമായി തന്നെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ ആത്മാർത്ഥതയ്ക്കനുസരിച്ച് തിരുത്തൽ പ്രക്രിയ നടക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അവിടെയാണ് ഈ പ്രോബ്ലം. കാരണം വെച്ചാൽ നേരത്തെ പറഞ്ഞ ഈ പ്രത്യയശാസ്ത്ര ദൃഢത, എന്താണ് പാർട്ടി സംവിധാനം, ഒരു പാർട്ടി കേഡർ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, എന്തൊക്കെയാണ് പാർട്ടി നയം, ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായ ധാരണ വേണം താഴെത്തലം മുതൽ മേൽത്തലം വരെയുള്ള ആളുകൾക്ക്. മുൻകാലങ്ങളിൽ ഇത് വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇപ്പോഴും അതിനുള്ള സംവിധാനമൊക്കെ ഉണ്ട്, പക്ഷേ അത് എത്രത്തോളം നടക്കുന്നുണ്ട് എന്നുള്ളതൊരു ചോദ്യമാണ്. അപ്പോൾ ഇത് കൃത്യമായി മനസ്സിലാക്കാതിരിക്കുകയും പാർട്ടിയുടെ നയം എന്താണ്, പാർട്ടിയുടെ നയസമീപനങ്ങൾ എന്താണ്, ഓരോ കാലത്തും പാർട്ടി എടുക്കുന്ന നയങ്ങൾ എന്തൊക്കെയാണ്, ഓരോ പ്രശ്നത്തിലും എങ്ങനെയാണ് പാർട്ടി ഇടപെടേണ്ടത്, കമ്മിറ്റികൾ ഇടപെടേണ്ടത്, ഇതേക്കുറിച്ചൊക്കെ കൃത്യമായ നിലപാടുകളുണ്ട്. പക്ഷേ അത് താഴെ തലം വരെ എത്തുകയും അത് നടപ്പാക്കപ്പെടുന്നതെന്ന് ഉറപ്പാക്കുകയും വേണം. ആ ഒരു പ്രക്രിയ നടക്കാത്തതുകൊണ്ടാണ് ഈ സമ്മേളന കാലയളവാകുമ്പോൾ ഇതിങ്ങനെ പുറത്തേക്ക് വരുന്നത്. എന്നാലും അതിനെ നമുക്ക് പോസിറ്റീവായി കാണാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, രാജ്യത്തെ വേറെ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ സംവിധാനങ്ങളിൽ ഇതുപോലെ താഴെ തലങ്ങളിൽ ചർച്ച നടക്കുകയും അവിടുത്തെ നേതാക്കൾ അഴിമതി കാണിക്കുന്നു എന്നുള്ള ആക്ഷേപം ആ പാർട്ടിയുടെ ഉള്ളിൽ തന്നെ ഉയരുകയും ചിലരെയെങ്കിലും മാറ്റി നിർത്താനായിട്ട് ശ്രമം നടക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ വേറെ ഏതും പാർട്ടിയിൽ കാണുന്നില്ലല്ലോ. ഈ പാർട്ടിയിൽ മാത്രമാണല്ലോ ഇപ്പോൾ കാണുന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കുള്ളിൽ ഇപ്പോഴും ആ
എന്താ പറയുക ആഭ്യന്തര സംഘർഷം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതിനെ നമുക്ക് പോസിറ്റീവായി കാണാം. കാരണം ഇതുപോലെ ഇപ്പോൾ മണ്ണ് മാഫിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ള അലിഗേഷൻ എവിടെയെങ്കിലും ഉയരുന്നുണ്ട് എങ്കിൽ അത് ആ ബന്ധമുണ്ട് എന്ന് സംശയിക്കുന്ന ആളുകളെ എതിർക്കുന്ന ഒരു വിഭാഗം ആ പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്നുണ്ടാണല്ലോ, ഒരു സ്ട്രോങ് ആയിട്ട് നിലനിൽക്കുന്നുണ്ടാണല്ലോ ആ ആക്ഷേപം വരുന്നത്. അതുപോലെ ഇപ്പോൾ സ്ത്രീ പീഡന കേസിൽ ആരോപിക്കപ്പെട്ട ഒരാൾ കമ്മിറ്റിയിൽ വരേണ്ടതില്ല എന്നൊരു വിഭാഗം വാദിക്കുന്നുണ്ട് എങ്കിൽ അങ്ങനെയുള്ള ആളുകളെ ഈ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല എന്ന് വാദിക്കുന്ന ഒരു വിഭാഗം ഇപ്പോഴും ആ പാർട്ടിയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണല്ലോ അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെയൊക്കെ നമ്മൾ വളരെ പോസിറ്റീവായി കാണേണ്ടതാണ് സത്യം പറയുക. കാരണം താഴെത്തട്ടിൽ തന്നെ ഇത്തരം ചർച്ചകൾ നടക്കുകയും ചില ആരോപണ വിധേയരായിട്ടുള്ള ആളുകളെ മാറ്റി നിർത്താൻ പാകത്തിലുള്ള ശ്രമങ്ങൾ നടക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു തിരുത്തൽ പ്രക്രിയ തന്നെയാണ്. അപ്പോൾ അതിനെ വളരെ പോസിറ്റീവ്. ഇപ്പോൾ ഏറ്റവും അവസാനം വന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്തെ മംഗലപുരം ഏരിയ സെക്രട്ടറിയെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ തീരുമാനിക്കുന്നു. മാറ്റാൻ തീരുമാനിച്ചതിൻ്റെ തൊട്ട് പുറകെ ഏരിയ സെക്രട്ടറി വരുന്നത് എന്നെ BJP യിൽ നിന്നും കോൺഗ്രസിൽ നിന്നും ഒക്കെ വിളിച്ചിട്ടുണ്ട്. എവിടെ പോകണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല, BJP രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണല്ലോ എന്നാണ് ആ ഏരിയ സെക്രട്ടറി പറയുന്നത്. ആ ഒരൊറ്റ പ്രതികരണം മാത്രം മതി എന്തുകൊണ്ടാണ് ആ ഏരിയ സെക്രട്ടറി അവിടെ നിന്ന് മാറ്റിയത് എന്ന് മനസ്സിലാക്കാൻ. കാരണം വെച്ച് കഴിഞ്ഞാൽ അയാൾ 6 വർഷം ഏരിയ സെക്രട്ടറി ആയിട്ട് ഇരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 6 വർഷം അയാൾ എങ്ങനെ അവിടെ ഏരിയ സെക്രട്ടറി ആയിട്ട് ഇരുന്നു എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ആ പാർട്ടി അവിടെ പരിശോധിക്കുന്നത്. ഈ ഒരൊറ്റ വർത്തമാനം മതി. കാരണം രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണല്ലോ BJP എന്ന് 6 വർഷമായിട്ട് CPMൻ്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ഒരാൾ അവിടെ നിന്ന് പുറത്തിറങ്ങി വന്നിട്ട് പറയുകയും അവിടേക്ക് പോകുന്നതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുകയാണ് എന്ന് പറയുകയും ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ വേറൊരു റീസൺ വേണ്ട. അയാളെ പുറത്താക്കിയത് എന്തിന് എന്ന് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അയാളെ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് മാറ്റിയത് എന്തിന് എന്ന് മനസ്സിലാക്കാൻ വേറൊരു റീസൺ വേണം. അവിടെ എനിക്ക് തോന്നുന്നത് പാർട്ടി പരിശോധിക്കുന്നത് എങ്ങനെയാണ് ഈ 6 വർഷം ഇയാളവിടെ ഏരിയ സെക്രട്ടറി ആയിട്ട് ഇരുന്നത് എന്നാണ് സത്യം പറഞ്ഞാൽ പാർട്ടി പരിശോധിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ കുറച്ച് പോസിറ്റീവായി കാണുകയാണെങ്കിൽ പലതരത്തിലുള്ള വിമർശനങ്ങൾക്ക് താഴെത്തളം മുതലുള്ള വേദികളുണ്ടാകുന്നു. ചില സ്ഥലത്തെങ്കിലും വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളുണ്ടാകുന്നു. അത് പൊതുമധ്യത്തിലേക്ക് വരുന്നു. ചില തിരുത്തലുകൾക്കെങ്കിലും ഈ സംവിധാനം നിർബന്ധിതമാകുന്നു. അപ്പോൾ അത് ഒരു പോസിറ്റീവ് എലിമെൻ്റായിട്ട് കാണാം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ മംഗലപുരത്ത് ഈ 6 വർഷം ലോക്കൽ ഏരിയ കമ്മിറ്റിയിൽ സെക്രട്ടറി ആയിരുന്നു. അതിനു മുമ്പ് 8 വർഷം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 40 വർഷത്തോളമായി സഖാവായി സജീവ പാർട്ടി പ്രവർത്തനത്തിലുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് പറയുകയാണ് BJP-യുമായി സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇതിനെ നമ്മൾ എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാനം തെറിച്ചു എന്നതിനെ ഒരു പോസിറ്റീവായി വ്യാഖ്യാനിക്കാമെങ്കിലും 40 വർഷത്തോളം സജീവമായി ഈ പാർട്ടിയിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയെ എങ്ങനെയാണ് ഈ പാർട്ടി രൂപപ്പെടുത്തിയത് എന്നതിൽ നമുക്കൊരു ആശങ്ക നിലനിൽക്കുന്നില്ലേ? അതിന് കാരണമായിട്ട് ഈ അടുത്ത കാലങ്ങളിൽ CPM സ്വീകരിച്ച നിലപാട് അതിന് കാരണമായി എന്ന് നമുക്ക് പറയാൻ കഴിയും. ഉദാഹരണമായിട്ട് മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം അടക്കം, അൻവർ ഉയർത്തിയ പരാമർശങ്ങളടക്കമുള്ള കാര്യങ്ങൾ, ഇസ്ലാമോഫോബിക്കായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ മുതിർന്ന നേതാക്കന്മാരിൽ നിന്നടക്കം വന്നുകൊണ്ടിരിക്കുന്നു എന്ന രൂപത്തിലുള്ള പരാമർശങ്ങൾ, ഇതെല്ലാം രൂപപ്പെടുത്തിയ ഒരു ഘടകമായിരിക്കാം ഇത്തരത്തിൽ ആഴത്തിൽ പ്രവർത്തിച്ച പാർട്ടി പ്രവർത്തകരെ പോലും അങ്ങനെ ചിന്തിക്കാൻ ഹേതുവായിട്ടുള്ളത് എന്ന് നമുക്ക് വിലയിരുത്തിക്കൂടെ? നിശ്ചയമായിട്ടും ആ പ്രശ്നമുണ്ട്. കാരണം അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, പുതിയ കാലത്തിനനുസരിച്ച് എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ധാരണ, അല്ലെങ്കിൽ അങ്ങനെ വളർത്തിക്കൊണ്ടുവരാൻ പാകത്തിൽ പാർട്ടി സംവിധാനത്തിൽ ആ ക്ലാരിറ്റി കൊടുക്കാൻ പാകത്തിലുള്ള ഒരു പ്രവർത്തനം ഉണ്ടാവുന്നില്ല. എങ്ങനെയാണ് ഈ 40 വർഷത്തെ ചരിത്രം ഉണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. പക്ഷേ എങ്കിൽ പോലും ഒരു മിനിമം ഒരു 10-20 കൊല്ലത്തെ CPM പ്രവർത്തന ചരിത്രം ഈ മധു മംഗലശ്ശേരി എന്ന് പറയുന്ന മംഗലപുരം ഏരിയ സെക്രട്ടറിക്കുണ്ട്. 20 വർഷം ആ പാർട്ടി സംഘടനാ സംവിധാനത്തിൽ പ്രവർത്തിക്കുകയും അതിൻ്റെ നയസമീപനങ്ങൾ മനസ്സിലാക്കുകയും ചെയ്ത ഒരാൾ വളരെ പെട്ടെന്ന് BJP നിന്ന് വിളിച്ചിട്ടുണ്ട്, BJP രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണല്ലോ എന്ന് പറയണമെങ്കിൽ പുറമേ നടക്കുന്ന പലതരത്തിലുള്ള പ്രചാരണങ്ങൾ ഒരു CPM കേഡറായിരിക്കെ തന്നെ അയാളെ സ്വാധീനിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ സ്വാധീനിക്കപ്പെടുന്നുണ്ട് എങ്കിൽ അയാൾ ഇത്ര നാളും വിശ്വസിച്ചുകൊണ്ടിരുന്ന ചില രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തോട് അയാൾക്ക് അത്രമാത്രം വലിയ കൂറുണ്ടായിരുന്നില്ല ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം, പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഒരു ക്ലാരിറ്റി അയാൾക്ക് കൊടുക്കാൻ ഈ പറയുന്ന പുറത്ത് നടക്കുന്ന പ്രചരണങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ സംഘപരിവാരം പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ, ഇതിനകത്ത് പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഒരു ക്ലാരിറ്റി കൊടുക്കാൻ CPM നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ കാരണം, ഈ പറയുന്ന അനാവശ്യമായ അകാരണമായ തെറ്റിദ്ധാരണ ഉളവാക്കുന്ന പ്രചരണങ്ങൾ നേതൃതലത്തിൽ തന്നെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അത് എന്താ പറയുക, നേരത്തെ വളരെ കൃത്യമായ പൊളിറ്റിക്കൽ പൊസിഷൻ എടുത്തു നിന്നിരുന്ന
ഒരു പാർട്ടി വളരെ പെട്ടെന്ന് 2 തെരഞ്ഞെടുപ്പുകൾക്കിടയിൽ വളരെ പെട്ടെന്ന് വേറെ ചില വ്യാഖ്യാനങ്ങൾക്ക് സാധ്യതയുള്ള പരാമർശം, ഇപ്പോൾ മലപ്പുറം പരാമർശം അത് മുഖ്യമന്ത്രി നടത്തിയതല്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും മലപ്പുറം എന്നുള്ള പേര് പറഞ്ഞില്ലെങ്കിൽ പോലും ആ പറച്ചിലിൽ തന്നെ ചില ദുസ്സൂചനകളുണ്ട്. ആ ദുസ്സൂചനകൾ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം നടത്തിയാലും ഇല്ലെങ്കിലും മുൻകാല പ്രസ്താവനകളും ഒക്കെ ആയിട്ട്, അദ്ദേഹത്തിൻ്റെ അല്ല, CPMൻ്റെ പഴയ നേതാക്കളുടെ മുൻകാല പ്രസ്താവനകളുമായിട്ട് കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഈ പറയുന്ന ദുസ്സൂചന അവിടെ നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ, അതായത് ഒരു ന്യൂനപക്ഷ സമുദായത്തെ അനാവശ്യമായ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്ന വിധത്തിലുള്ള പരാമർശങ്ങൾ കൂടെ ആവുമ്പോൾ നേരത്തെ തന്നെ സംഘപരിവാർ പ്രചരണങ്ങളിൽ ആകൃഷ്ടരാകുകയോ അല്ലെങ്കിൽ ഇതിൽ വസ്തുതയുണ്ടോ എന്ന സംശയം ജനിക്കുകയോ ചെയ്ത പാർട്ടിക്ക് അകത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഇതുകൂടെ ആകുമ്പോൾ വളരെ എളുപ്പമായി കാര്യങ്ങൾ. അതിൻ്റെ കൂടെ ബാക്കിയായിട്ടാണ് ഇയാൾ വന്ന് പറയുന്നത് BJP രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണല്ലോ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കുക, 10-20 കൊല്ലം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായും ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായും പാർട്ടി പ്രവർത്തകനായിട്ടും ഒക്കെ 10-20 കൊല്ലം പ്രവർത്തിച്ച ഒരാളാണ് വന്നത് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ CPMന് കൊടുക്കുന്ന ഒരു വലിയ മെസ്സേജാണ്. ഈ നേതാവ് ഇത്രയും കാലത്തിന് ശേഷം ഇങ്ങനെ വന്ന് പറയുന്നു എന്ന് പറയുമ്പോൾ അവർ പരിശോധിക്കേണ്ടത് അയാൾ പുറത്തേക്ക് പോയ കാര്യമല്ല, എങ്ങനെയാണ് അയാൾ ഈ വിധത്തിലെത്തിയത് എന്നാണ് CPM ശരിക്കും പരിശോധിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ മുൻകാലത്ത് VSഉം പിണറായിയും തമ്മിലുണ്ടായിരുന്ന ദീർഘകാലത്തിലുള്ള തർക്കമടക്കം, അതല്ലെങ്കിൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIയും CPIMുമായി മാറാനുള്ള ഇത്തരത്തിലുള്ള വളരെ രസകരമായിരുന്ന പാർട്ടിയെ തന്നെ തിരുത്തലിലേക്കും അതുപോലെ വളർച്ചയിലേക്കും നയിച്ച പ്രത്യയശാസ്ത്രപരമായ തർക്കങ്ങളുണ്ട്. അതിൽ നിന്ന് വിഭിന്നമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കേവലം അധികാര തർക്കത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇത് രണ്ടും നമ്മൾ വിലയിരുത്തി വെച്ച് നോക്കുകയാണെങ്കിൽ പുതിയ കാലത്ത് നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുതരം ജീർണിച്ച തരത്തിലുള്ള പ്രത്യയശാസ്ത്രമായ ഒരു ബന്ധവുമില്ലാത്ത ആളുകൾ കൂടി വരികയാണ് എന്നുള്ളൊരു മെസ്സേജ് വരുന്നുണ്ടല്ലോ. സ്വാഭാവികമായിട്ട് ഈ തർക്കങ്ങളൊക്കെ ഈ സമ്മേളന കാലയളവ് കഴിയുന്നതോടുകൂടി നടപടികൾ ഉണ്ടാവുകയോ അത് അവസാനിക്കുകയോ കൂടുതൽ കെട്ടുറപ്പോടെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് CPIM നീങ്ങുകയോ ചെയ്തേക്കാം. പക്ഷേ അപ്പോഴും ഇത് നൽകുന്നൊരു മെസ്സേജ്, ഈ പാർട്ടിക്ക് നൽകുന്ന ഒരു മെസ്സേജ് എന്തായിരിക്കും? പാർട്ടിക്ക് ഡെഫിനറ്റ്ലി അത് സംഘടനാപരമായി ദുർബലപ്പെടുന്നു എന്നുള്ള മെസ്സേജ് തന്നെയാണ്, ഒരു സംശയമില്ല. കാരണം ഇതിപ്പോൾ നമ്മൾ ഈ പാർട്ടി സമ്മേളനം കഴിഞ്ഞു, എന്തെങ്കിലും തരത്തിലുള്ള ചില ഒത്തുതീർപ്പുകളുണ്ടാവും, ചില നടപടികളുണ്ടാവും, അതോടുകൂടെ തൽക്കാലത്തേക്ക് ഇത് കെട്ട് അടങ്ങുമെന്ന് വിചാരിക്കാം. പക്ഷേ എങ്കിൽ പോലും അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന പ്രശ്നം അവിടെ നിലനിൽക്കും. വ്യക്തികൾ തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ അവിടെ നിലനിൽക്കും. അത് രണ്ടോ മൂന്നോ ചേരികളായിട്ട് അവിടെ നിലനിൽക്കും. ഇതൊരു പ്രശ്നമായിട്ട് അവിടെ നിലനിൽക്കും. അതിൻ്റെ പ്രധാനപ്പെട്ട പ്രോബ്ലം ഇതാണ്. കാരണം സംഘടന ദുർബലമായതുകൊണ്ടാണ് ഇത്തരത്തിൽ താഴെത്തട്ടിൽ ഈ പ്രശ്നങ്ങൾ. ഇല്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു ലൈംഗിക പീഡന കേസിൽ ആരോപണ വിധേയനായ ഒരാളെ ഉൾക്കൊള്ളണമോ വേണ്ടയോ എന്നുള്ളൊരു ചോദ്യത്തിന് മുന്നിൽ 2 ചേരികൾ ആ പാർട്ടിയിൽ ഉണ്ടാവേണ്ട ഒരു കാര്യമില്ല. ഏകപക്ഷീയമായി അവർക്ക് തീരുമാനിക്കാവുന്നതേ ഉള്ളൂ. ഈ ആക്ഷേപം നേരിടുന്ന ആൾ നിയമത്തിന് മുന്നിൽ കുറ്റവാളിയാണോ അല്ലയോ എന്ന് തീരുമാനമെത്തിയതിന് ശേഷം നമുക്ക് ഇയാളെ ഉൾക്കൊള്ളണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം എന്ന് പറയാവുന്ന കാര്യമേ ഉള്ളൂ. അതുവരെ ഇയാളെ പുറത്ത് നിർത്തണം എന്ന് തീരുമാനിക്കാവുന്നുള്ളൂ. പക്ഷേ അവിടെ പോലും ഒരു തർക്കം ഉണ്ടാകുന്നുണ്ട് എങ്കിൽ സംഘടനാപരമായി ഈ സംവിധാനം അത്രത്തോളം ദുർബലമായിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ ഇപ്പോൾ കരുനാഗപ്പള്ളി ഒരു ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ, കരുനാഗപ്പള്ളിയിൽ പ്രകടനം നടത്തിയ ആളുകൾ പറയുന്നത് ഞങ്ങൾ പലതവണയായി ഇത് പറയുന്നു, പക്ഷേ ഇത് കേൾക്കാൻ ഞങ്ങളുടെ നേതൃത്വത്തിൽ തന്നെയുള്ള ആളുകൾ തയ്യാറാവുന്നില്ല എന്നുള്ള ആക്ഷേപമാണ് അവരുന്നയിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് കേൾക്കാൻ ആളുകൾ തയ്യാറാവാത്തത് എന്ന് വെച്ചാൽ അവർക്ക് മറ്റു പല കമ്മിറ്റ്മെൻറ്റും ഉണ്ട്. ഈ പറയുന്ന ഈ താഴെത്തട്ടിലുള്ള പ്രവർത്തകർ ആക്ഷേപിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ നേതാക്കളും ആ നേതാക്കളുടെ ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മണ്ണ് മാഫിയാണെങ്കിൽ മണ്ണ് മാഫിയയുടെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകളുമായിട്ടുള്ള ബന്ധമാണല്ലോ. അപ്പോൾ അത്തരം ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ ഇവരെ ഈ നടപടി എടുക്കുന്നതിൽ നിന്ന് വിലക്കുന്നുണ്ട്. അപ്പോഴും സംഭവിക്കുന്നത് എന്താ? സംഘടനാ സംവിധാനം ദുർബലമായി എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം സംഘടന മറ്റ് പല താല്പര്യങ്ങൾക്കും വഴിപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയും സംഘടനയാണ് ദുർബലപ്പെടുന്നത്. ഈ ദൗർബല്യം അവിടെ നിലനിൽക്കും. അതാണ് ഇതിനകത്തുള്ള പ്രശ്നം. അപ്പോൾ ഇത് തിരുത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. തിരുത്തുകയാണെങ്കിൽ വളരെ റൂത്ത്ലെസ് ആയിട്ടുള്ള നടപടികളിലേക്ക് പോകേണ്ടി വരും. പക്ഷെ അങ്ങനെ പോകാൻ ഇപ്പോൾ CPMനെ പോലൊരു പാർട്ടിക്ക് തൽക്കാലം സാധിക്കില്ല. കാരണം വെച്ചാൽ പലതരത്തിലുള്ള കോംപ്രമൈസുകൾ ആ പാർട്ടി ഇതിനകം തന്നെ പല ഘട്ടങ്ങളിലായിട്ട് നടത്തി കഴിഞ്ഞിട്ടുണ്ട്.
അപ്പോൾ അതുകൊണ്ട് അത്ര എളുപ്പമല്ല ഇപ്പോൾ പഴയ പോലെ ഒരു വളരെ ഇതായിട്ടുള്ള നടപടി. പിന്നെ മാത്രമല്ല പണ്ടത്തെ പോലെയല്ല. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്രങ്ങളുണ്ടായിരുന്നു, പിന്നെ കുറച്ചാലും കഴിഞ്ഞപ്പോൾ ടെലിവിഷൻ മാധ്യമം, ഇപ്പോൾ സോഷ്യൽ മീഡിയ എല്ലാം സജീവമാണ്. അപ്പോൾ എന്ന് വെച്ചാൽ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരാൾക്ക് അയാളുടെ കൈവശമുള്ള എന്തെങ്കിലും വിവരം, അത് ചിലപ്പോൾ അയാളുടെ വ്യക്തി താല്പര്യത്തിൽ അധിഷ്ഠിതമായൊരു വിവരമായിരിക്കാം, എങ്കിൽ പോലും അത് പുറമേക്ക് കൊടുക്കുന്നതിന് ഒരു തടസ്സമില്ല. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല, മുമ്പ് അത് അത്ര എളുപ്പമായിരുന്നില്ല. അപ്പോൾ ഈ പലതരത്തിലുള്ള പ്രഷേഴ്സ് ഈ പാർട്ടി സംവിധാനവും അതിൻ്റെ ലീഡർഷിപ്പും നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സംഘടനാ ദൗർബല്യത്തെ പരിഹരിക്കുക എന്ന് പറയുന്നത് CPM സംബന്ധിച്ച് അത്ര എളുപ്പമായിരിക്കില്ല. പുതിയ കാലത്തിനനുസരിച്ച് എങ്ങനെയാണ് ഈ സിസ്റ്റത്തെ മാറ്റേണ്ടത് എന്നുള്ള കാര്യത്തിൽ അതിൻ്റെ നേതൃത്വത്തിൽ അത്രത്തോളം വലിയ ധാരണ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സംഘടനയ്ക്ക് ദൗർബല്യം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയുള്ള വലിയൊരു മെസ്സേജാണ് ഈ തർക്കങ്ങളൊക്കെ CPIM നൽകിക്കൊണ്ടിരിക്കുന്നത്. കരുനാഗപ്പള്ളിയിലായാലും അമ്പലപ്പുഴയിലായാലും മറ്റ് സ്ഥലങ്ങളിലെല്ലാം ഈ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഈ വിഭാഗീയത, ഇത് CPIM സംഘടനാ സംവിധാനം ദുർബലപ്പെടുകയാണ് എന്ന വലിയ സന്ദേശം CPIM എന്ന പാർട്ടിക്കും കേരളത്തിൻ്റെ രാഷ്ട്രീയ നിരീക്ഷകർക്കും നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ തിരിച്ചറിഞ്ഞ് പുതിയ കാലത്തേക്ക് വേണ്ട രൂപത്തിൽ സംഘടനാ സംവിധാനം പുനഃസ്ഥാപിക്കാനുള്ള ആലോചനകൾ എത്രയും പെട്ടെന്ന് നടത്തുന്നില്ലെങ്കിൽ അത് ഈ പാർട്ടിക്ക് വരുത്തിവെക്കുന്ന വിന ചെറുതായിരിക്കില്ല എന്ന് നമ്മൾ നിരീക്ഷിക്കുകയാണ്. ഇൻസൈറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.